നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ്. വീണ്ടും പ്രതിപക്ഷ ഭരണപക്ഷ സംഘർഷ സാഹചര്യമാണ് ഉടലെടുത്തത്. ഈ ഒരു സ്പീക്കറുടെ ഡയസിലേക്കടക്കം പ്രതിപക്ഷ MLA-മാർ കടന്നു കയറുന്ന ഒരു സാഹചര്യമാണ്. സ്പീക്കർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ വീണ്ടും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് നിയമസഭയിൽ ഇന്ന് ഉടലെടുത്തത്. ഇതേ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് സഭയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്പീക്കർ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രി അടക്കം പാരഡി ഗാനമടക്കം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വർണ്ണ കവർച്ചയിൽ മന്ത്രി വി ശിവൻകുട്ടി പാരഡി ഗാനം ആലപിക്കുകയുണ്ടായി. സഭ വീണ്ടും പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്പീക്കറുടെ ചേംബറിലേക്ക് അടക്കം പ്രതിപക്ഷം ഓടിക്കയറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ നിയമസഭയിൽ നിന്നും സ്പീക്കർ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണ്. സഭാ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വീണ്ടും നിയമസഭയുടെ സമ്മേളനം പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ്. പ്രതിപക്ഷ ഏറ്റുമുട്ടലാണ് സഭയിൽ ഉടലെടുത്തത്. സ്പീക്കർ അടക്കം എൻ ഷംസീർ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മന്ത്രി വി ശിവൻകുട്ടി ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പാരഡി ഗാനമടക്കം ആലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സ്പീക്കറുടെ ചേംബറിലേക്കടക്കം പ്രതിപക്ഷം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് സ്പീക്കർ സഭയിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഡി ബിനോയ് ചേർന്നു. ബിനോയ്, അസാധാരണമായ സംഭവങ്ങളാണ് ഇന്നും സഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ വീണ്ടും നിയമസഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ്. സ്പീക്കർ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ സഭ തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിപക്ഷ ബഹളമായിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘവും സർക്കാരും ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷ ബഹളം നിയമസഭയിൽ തുടങ്ങിയത്. ഇതിനിടയിൽ മന്ത്രി വി ശിവൻകുട്ടി ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുന്നതിനിടെ എഴുന്നേറ്റെങ്കിൽ തന്നെയും അത് തടസ്സപ്പെടുന്ന തരത്തിലേക്ക് വലിയ തരത്തിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തുകയും അവിടെ ഒരു ബാനർ ഉയർത്തി സ്പീക്കറുടെ മുഖം മറയ്ക്കുകയും ചെയ്തു. എന്നിട്ടും സഭാ നടപടികൾ മുന്നോട്ട് തന്നെ പോയി. ഇതിനിടയിൽ വലിയ തരത്തിലെ പരാമർശങ്ങൾ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരുന്നു. പ്രതിപക്ഷം കൃത്യമായും ഇത് ചില ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും സ്വർണം തട്ടിയെടുത്തിരിക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് പങ്കുണ്ട തരത്തിലൊക്കെ ചില ആരോപണങ്ങൾ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും ഉന്നയിച്ചു. തുടർന്ന് വി ശിവൻകുട്ടിയുടെ പ്രസംഗം തടസ്സപ്പെടുന്ന തരത്തിൽ വലിയ തരത്തിലെ മുദ്രാവാക്യം പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നു. സംഭവ വികാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തളം വരെ എത്തിയിരുന്നെങ്കിൽ തന്നെയും പ്രതിപക്ഷം നിയമസഭാ സ്പീക്കർ ഡയസിന് മുന്നിൽ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ സമയം ഭരണപക്ഷ അംഗങ്ങൾ ഇരിപ്പിടം വിട്ട് സഭയുടെ നടത്തളത്തിലേക്ക് ഇറങ്ങാൻ ഒരു നീക്കം നടത്തിയിരുന്നു. എങ്കിൽ തന്നെയും പിന്നീട് അവര് സംയമനം പാലിക്കുകയായിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് അൻവർ സാദത്ത് MLA ഡയസിനുള്ളിലേക്ക് കടന്നു കയറാൻ ഒരു ശ്രമം നടത്തിയത്. അത് വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് തടസ്സപ്പെടുത്തുകയായിരുന്നു. വാച്ച് ആൻഡ് വാർഡ് പിന്തിരിപ്പിച്ചു. അതിനുശേഷം സഭയിൽ നിന്നും നിർത്തിവെക്കുകയാണോ, ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകാതെ സ്പീക്കർ സഭ വിട്ട് ഇപ്പോൾ ചേംബറിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിയമസഭയിൽ ഇപ്പോൾ ഇരുവിഭാഗങ്ങളും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ തന്നെ ഉണ്ട്. ഇരുവിഭാഗങ്ങളും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ തരത്തിൽ
നടപടികൾക്കെതിരെ പ്രതിഷേധം തന്നെ ഉയർത്തുകയായിരുന്നു പ്രതിപക്ഷം. കാരണം ഇന്നലെയും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും സർക്കാരും വഴിയൊരുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് നിയമസഭ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത്. നിയമസഭ തുടങ്ങിയ ആ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇരിപ്പിടം വിട്ട് നടുത്തളത്തിലേക്ക് എത്തി സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് സഭയിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. നിയമസഭയിൽ അസാധാരണ സംഭവങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വാച്ച് ആൻഡ് വാർഡ് നിയമസഭയ്ക്കകത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധ കവചം തന്നെ സ്പീക്കർക്ക് തീർത്തിരുന്നു. കാരണം സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷ അംഗങ്ങൾ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് തടസ്സപ്പെടുന്ന തരത്തിൽ ഡയസിലേക്ക് കയറുന്ന പ്രവേശന കവാടങ്ങൾക്ക് മുന്നിലും വാച്ച് ആൻഡ് വാർഡിന്റെ നീണ്ട നിര ഉയർന്നിരുന്നു. ഇപ്പോഴും നിയമസഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോഴും സഭയിൽ തന്നെയുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ സഭാ നടപടികൾ മുടക്കുന്ന തരത്തിൽ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. കാരണം സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ നാൾ മുതൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യത്തിന്റെ പേരിലാണ് ഇന്നലെ വീണ്ടും ഒരു ആൾക്ക് കൂടി ജാമ്യം കിട്ടിയപ്പോഴേക്കും ഇതിൽ വലിയ തരത്തിലുള്ള ഒത്തുകളി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന കക്ഷികളിൽ ഒരാൾ കൂടിയാണ് ഇന്നലെ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് തന്ത്രിയുടെ ജാമ്യം പരിഗണനയ്ക്ക് വരുന്നു. ഇതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാഭാവിക ജാമ്യത്തിന് ലഭിക്കുന്നതിന് കൂടുതൽ ദിവസങ്ങൾ വേണ്ട. ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നതിന് കിട്ടുന്ന തരത്തിൽ കുറ്റപത്രം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂട്ടുനിൽക്കുന്നു എന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സഭ നിർത്തിവച്ചിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഇതിൽ സഭാ നടപടികൾ പ്രക്ഷുബ്ധമായത് അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ഇരിപ്പിടത്തിന് അടുത്തേക്ക് ഡയസിൽ ചാടിക്കയറാൻ ശ്രമിച്ച അൻവർ സാദത്തിനെ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾ ചേർന്ന് പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഇപ്പോഴും സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ സഭാ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം ബഹളം ശക്തമാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ തന്നെ ഉണ്ട്. ഇരു വിഭാഗങ്ങളിലായി തിരിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് നിയമസഭയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയതിന് ശേഷം, അതായത് 15ാം നിയമസഭയുടെ 16ാം സമ്മേളനം തുടങ്ങിയതിന് ശേഷം അസാധാരണമായ സംഭവ വികാസങ്ങൾക്കാണ് നിയമസഭ സാക്ഷ്യം വഹിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ആ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ വളരെ വ്യക്തമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കാരണം സർക്കാരിന്റെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം ചില ആളുകൾക്ക് രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി അവസരം ഒരുക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പ്രതിപക്ഷ നേതാവ് തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ 2 നിയമസഭാ സാമാജികന്മാർ ഇത് സംബന്ധിച്ച സത്യാഗ്രഹ സമരത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സഭാ നടപടികൾ തടസ്സപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം പ്രതിപക്ഷം അത്രയധികം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പീക്കർ സാധാരണഗതിയിൽ സഭാ നടപടികൾ നിർത്തിവെക്കുകയാണെങ്കിൽ ചേംബറിൽ നിന്ന് അത് പറയുന്ന പതിവുണ്ട്. ഇതൊന്നും പറയാതെ തന്നെ അദ്ദേഹം ചേംബറിലേക്ക് മടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ബിനോയ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ ഒരു സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ പാരഡി ഗാനം വീണ്ടും പാടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ആയിരുന്നു. അദ്ദേഹം മറുപടി പറയുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ബഹളവും ഒക്കെ തന്നെ നിയമസഭയിലുണ്ടായി. പ്രത്യേകിച്ചും പ്രതിപക്ഷ അംഗങ്ങൾ ആ പാരഡി ഗാനം അതിലെ വരികൾ ആണ് മുദ്രാവാക്യമായി മുഴക്കിയത്. ഇത് കേട്ട് പലപ്പോഴും നിയമസഭയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസംഗം വളരെ സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ്
മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞത്. ഏറെ നാളായി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണം കട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്ന തരത്തിൽ മുദ്രാവാക്യം മുഴക്കി സഭാ നടപടികൾ മുടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് സോണിയാഗാന്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സഭ വീണ്ടും കൂടുതൽ പ്രക്ഷുബ്ധമായതും അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ഐസിനകത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചതും. നിലവിൽ ഇപ്പോൾ ശാന്തമാണ് നിയമസഭ. എന്നാലും അസാധാരണ സംഭവങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, എടുത്തു പറയേണ്ട കാര്യവും. കാരണം സാധാരണഗതിയിൽ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു പ്രതിപക്ഷ നീക്കവും. പ്രതിപക്ഷ നിരയിൽ രാവിലെ മുതൽ തന്നെ അത് കാണാനും കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ചില വാക്കുകൾ രാവിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ MLA-മാരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ന് കൃത്യമായും പ്രതിഷേധം ശക്തമാക്കണം, അങ്ങനെ ശക്തമാക്കുമ്പോൾ വാർത്തകൾ പത്രത്തിൽ വരും എന്ന തരത്തിൽ ഉള്ള ഒരു ആരോപണം മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ ഉന്നയിച്ചു. ഇതോടുകൂടിയാണ് സഭാ നടപടികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിൽ ബഹളം വയ്ക്കാൻ തുടങ്ങിയത്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ബാനർ ഉയർത്തി തന്നെയായിരുന്നു പ്രതിഷേധവും. ഈ സ്പീക്കറുടെ ഐസിനകത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച നിയമസഭാ സാമാജികനെതിരെ ഒരു പക്ഷേ നടപടി വരാനുള്ള സാധ്യത ഉണ്ടാവും, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരാൻ. കാരണം സ്പീക്കറുടെ ഐസിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അത് ഒരു ആരോപണമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ആരോപണം തന്നെ ഭരണകക്ഷി അംഗങ്ങൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഈ സ്പീക്കറുടെ ഐസിനകത്തേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചതിന് തീർച്ചയായും നടപടി ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. നിലവിൽ ഇപ്പോൾ നിയമസഭാ സമ്മേളനങ്ങൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. സ്പീക്കർ ചേംബറിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ TV ഇബ്രാഹിം MLA-യും അൻവർ സാദത്തും ചേർന്നാണ് സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത്. ഇരുവർക്കുമെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും രണ്ട് അംഗങ്ങളെയും വാച്ച് ആൻഡ് വാർഡാണ് തടഞ്ഞത്. അവര് ചേംബറിനകത്തേക്ക് ഡയസിനകത്തേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത് തടഞ്ഞത് വാച്ച് ആൻഡ് വാർഡായിരുന്നു. നിലവിൽ ഇപ്പോൾ നിയമസഭാ നടപടികൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ബിനോയ്, അതുപോലെ തന്നെ ഈ ഒരു പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ഇന്നും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മന്ത്രി MP രാജേഷ് അടക്കം പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പ്രതിപക്ഷ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി MP രാജേഷ് പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട്, ഈ ഒരു പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ നാൾ മുതൽ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ശക്തമായി സഭയിൽ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതിൽ കൃത്യമായി നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം, അതുപോലെ തന്നെ ചില നിയമസഭാ സാമാജികർക്ക് അതിനകത്ത് പങ്കുണ്ട്, മുൻ മന്ത്രിക്ക് പങ്കുണ്ട തരത്തിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഈ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച പുരോഗമിക്കുന്ന വേളയിലാണ് ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തുന്നത്. നേരത്തെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മന്ത്രി MP രാജേഷ് തീർച്ചയായും ഇത്തരം നടപടിക്രമങ്ങൾ അംഗീകരിക്കാനാകില്ല, ഇത് നിയമസഭാ നടപടികൾ തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ്, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന തരത്തിലൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇടയായ സാഹചര്യം അത് ഉണ്ടാക്കിക്കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം മൂലമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു. കോടതി നടപടികൾ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയായും കുറ്റപത്രം നൽകാൻ കഴിയാത്ത തരത്തിൽ കുഴങ്ങി മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണം ഈ പല സമയത്തായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പ്രതിപക്ഷം സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്കും ഒപ്പം തന്നെ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും ഒക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മാർച്ച് നടത്തിയിരുന്നു. മാർച്ച് വലിയ തരത്തിൽ സംഘർഷത്തിന്റെ വക്കിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും നിയമസഭയിലും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്ന് പ്രതിപക്ഷ നേതാവും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കൃത്യമായ തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ
തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നത്. കേസിലെ പ്രധാന 2 കക്ഷികളാണ് സ്വാഭാവിക ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ശബരിമലയിലെ മുൻ ഉദ്യോഗസ്ഥന്മാരാണ്. ഇരുവരും ഈ സ്വർണ്ണപ്പാളി വിവാദ സമയത്ത് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇരുവരും അവരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങുവാൻ ഒരു അവസരമൊരുക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വലിയ തരത്തിലുള്ള സമ്മർദ്ദം SIT-യിലേക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം മന്ദഗതിയിലാകുന്നതെന്നും ഒക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും സഭാ നടപടികൾ ഇപ്പോഴും നിർത്തിവെച്ചിരിക്കുകയാണ്. ദീപ്തി. ശരി, നിയമസഭാ സമ്മേളനത്തിനിടെ അസാധാരണമായ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സഭ വീണ്ടും കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്പീക്കറുടെ ചേംബറിലേക്കടക്കം പ്രതിപക്ഷ MLA-മാർ കടന്നു കയറുന്ന ഒരു സാഹചര്യമാണ്. സ്പീക്കർ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്പീക്കറുടെ അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ചയിൽ പാരഡി ഗാനമടക്കം മന്ത്രി V. ശിവൻകുട്ടി ആലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്പീക്കറിന്റെ ചേംബറിലേക്ക് ചാടിക്കയറാൻ അൻവർ സാദത്ത് MLA അടക്കമുള്ളവർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.